തിയേറ്ററുകളും സോഷ്യൽ മീഡിയ ട്രോളുകളിലും നമ്മെ പൊട്ടിച്ചിരിപ്പിച്ച് മലയാളിയുടെ നിത്യജീവിതത്തിന്റെ ഭാഗം തന്നെയായി മാറിയ ആ ഒരു അതുല്യ പ്രതിഭ സലീം കുമാർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു. ചിരിയുടെ തമ്പുരാനെന്ന് നമ്മൾ വിളിച്ച ആ മുഖം മലയാളി പ്രേക്ഷകനെ ഇരുത്തി ചിന്തിപ്പിക്കാനും നെഞ്ചു തകർത്ത് കരയാനും സാധ്യമാകുന്ന ഒരു നടൻ്റേതായിരുന്നു എന്ന് തെളിയിക്കുന്ന 2 സിനിമകളാണ് ഇന്നത്തെ സിനിമാത്തിക്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട്, സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിന്റെ മകൻ അബു. ഈ 2 സിനിമകളും ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ വ്യത്യസ്ത മേക്കിംഗ് ശൈലികളിലൂടെയും ഡയറക്ടോറിയൽ വിഷനുകളിലൂടെയും സലീം കുമാർ എന്ന നടൻ നടത്തിയ അത്യപൂർവമായ പരകായ പ്രവേശമാണ് നമുക്ക് കാണാനാവുന്നത്. ലാൽ ജോസ് തികച്ചും റോയായ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഡ്രാമയുടെ പശ്ചാത്തലത്തിലാണ് സാമുവൽ എന്ന അച്ഛന്റെ തകർച്ച ചിത്രീകരിക്കുന്നത്. തന്റെ ഇളയ മകളെ പെട്ടെന്ന് കാണാതാവുകയും അതിന്റെ പിന്നിൽ നടക്കുന്ന ക്രൂരതകളും ആ അച്ഛനെയും മറ്റു പെൺകുട്ടികളെയും എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം. നിയമത്തിന് മുന്നിൽ അലയുമ്പോഴും ഒടുവിൽ ഭ്രാന്തിന് അരികിലേക്ക് എത്തുമ്പോഴും ആ കണ്ണിൽ പടരുന്ന നിസ്സഹായതയും ശൂന്യതയും വളരെ തീക്ഷ്ണമായാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഈ പെൺപിള്ളേരും ഞാനും ജീവിച്ചിരിക്കുന്നേക്കാൾ നല്ലത് ചാകുന്നില്ലേ സാർ? ചാകണം സാർ. ചാവാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? എന്തെങ്കിലും. എന്നാൽ ഇതിലൊക്കെ വിഭിന്നമായി ഒരു ആർട്ട് ഹൗസ് സ്വഭാവത്തിലാണ് സലീം അഹമ്മദ് ആദാമിന്റെ മകൻ അബു ചിത്രീകരിച്ചത്. തന്റെ ജീവിതത്തിലെ ഏക ആഗ്രഹമായ ഹജ്ജ് കർമ്മത്തിന് പോകുവാനായി പണം സമ്പാദിക്കാൻ കഷ്ടപ്പെടുന്ന അത്ര വിൽപ്പനക്കാരൻ അബുവിന്റെ കഥയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഒരു വയോധികന്റെ വേഷത്തിലേക്ക് മാറുമ്പോൾ ആത്മീയ നിറഞ്ഞ ഒരു ശാന്തതയും നിയന്ത്രിതമായ അഭിനയവുമാണ് സലീം കുമാർ ഈ സിനിമയിലൂടെ പുറത്തെടുത്തത്. ദാരിദ്ര്യത്തിലും പ്രായത്തിന്റെ തളർച്ചയിലും തന്റെ ആഗ്രഹത്തിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന അബുവിന്റെ നിഷ്കളങ്കമായ നോട്ടവും നടത്തവും ഒടുവിൽ യാത്ര മുടങ്ങുന്ന നിമിഷത്തിൽ ആത്മസംയമനവുമെല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് സലീം കുമാർ സ്ക്രീനിൽ അവതരിപ്പിച്ചത്. ഞാനും വയസ്സും ആഗ്രഹിച്ചതും പോകാനൊരുങ്ങിയതും ഞങ്ങളുടെ ഹജ്ജിന് വേണ്ടിയാ. മോൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ സ്ഥാനത്ത് നിന്നും ഞങ്ങൾ ഹജ്ജിന് പോയാൽ ഞങ്ങൾ ചെയ്യുന്നത് അവരുടെ ഹജ്ജാ. ഭൂമിൻ്റെ മുകളിൽ ഇങ്ങനെ ചിന്തിക്കുന്നൊരു മോനുണ്ടായ മണ്ണിൻ്റെ അടിയിൽ കിടക്കണ ഉപ്പാക്കും ഉമ്മാക്കും ഒരുപാട് ഹജ്ജ് ചെയ്ത പുണ്യം ഉണ്ടാവും. അമിത നാടകീയതകളോ അലർച്ചകളോ ഇല്ലാതെ മിതത്വമായ അഭിനയത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു വിങ്ങൽ സൃഷ്ടിച്ചതാണ് ഈ 2 സംവിധായകരും സലീം കുമാറിൽ നിന്ന് പുറത്തെടുത്ത മാജിക്. വെറും ഒരു തമാശക്കാരനെന്ന് വിചാരിച്ച ഒരാൾക്ക് ഒരേ സമയം സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും നേടാനാകുമെന്ന് അദ്ദേഹം തെളിയിച്ചു. ഒരു ജനറേഷനെ മുഴുവൻ ചിരിപ്പിക്കുകയും ആശയക്കുഴപ്പത്തിലാക്കാതെ തന്നെ കരയിപ്പിക്കുകയും ചെയ്ത സലീം കുമാർ നമ്മളെ സ്വാധീനിച്ചത് പല തരത്തിലാണ്. കോമഡി ട്രാക്കിൽ നിന്നും ക്യാരക്ടർ റോളുകളിലേക്കുള്ള അദ്ദേഹത്തിന്റെ മാറ്റം ഏതൊരു നടനും ഒരു വലിയ പാഠപുസ്തകം തന്നെയാണ്. വെള്ളിത്തിരയിൽ അദ്ദേഹം ബാക്കി വെച്ചു പോയ വേഷങ്ങളും നമ്മൾ ഇന്നും ആവർത്തിച്ച് പറയുന്ന ഡയലോഗുകളും മലയാള സിനിമ ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. പകരം വെക്കാനില്ലാത്ത ആ തുല്യ പ്രതിഭയ്ക്ക് സിനിമാത്തിക്കിന്റെ പ്രണാമം.